ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മല്ലുളകർ. ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ആഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളാണ്. അതിൽ കുറച്ച് OTT റിലീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ചിത്രം OTT റിലീസിന് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ട് ഈ ആഴ്ചയിൽ റിലീസ് ചെയ്യാവുന്ന കുറച്ച് ചിത്രങ്ങളും അതുപോലെ തന്നെ അടുത്ത ആഴ്ചയിലേക്ക് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന കുറച്ച് ചിത്രങ്ങളുടെ OTT റിലീസ് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചെറിയ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വീരഹര മല്ലു എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പവൻ കല്യാൺ, ബോബി ഡിയോൾ, നിധി അഗ്രവാൾ, അതുപോലെ തന്നെ സത്യരാജ്, നാസർ, വെണ്ണില കിഷോർ, സുബ്ബരാജു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രമായിരുന്നു വീരഹര മല്ലു എന്ന് പറയുന്നത്. ജൂലൈ മാസം തിയേറ്ററിലൈസ് ചെയ്ത തിയേറ്ററിൽ വൻ പരാജയമാറിയിട്ടുള്ള ഒരു തെലുങ്ക് ചിത്രമായിരുന്നു വീരഹര മല്ലു എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക് എന്ന ഭാഷയിലൂടെയാണ് ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സൂത്രവാക്യം എന്നുള്ള ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ, ദീപക് പറമ്പോൾ, വിൻസി അലോഷ്യസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി കോമഡി സസ്പെൻസ് ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രമായിരുന്നു സൂത്രവാക്യം എന്ന് പറയുന്നത്. ജൂലൈ മാസം തിയേറ്ററിലൈസ് ചെയ്ത തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയമൊക്കെ നേടിത്തു പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ലയൺസ് ഗേറ്റ് OTT പ്ലാറ്റ്ഫോമാണ്. ചിത്രം ഇപ്പോൾ ലയൺസ് ഗേറ്റ് OTT പ്ലാറ്റ്ഫോമിൻ്റെ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ലയൺസ് ഗേറ്റ് OTT പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലവ് മാരേജ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ വിക്രം പ്രഭു, അതുപോലെ തന്നെ രമേശ് തിലക്, അരുൾ ദോസ്, സത്യരാജ്, പിന്നെ അതുപോലെ തന്നെ സുഷ്മിത ഭട്ട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി റൊമാൻറ്റിക് ഡ്രാമ കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രമായിരുന്നു ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ഇന്ത്യയിൽ റിലീസായിട്ടില്ല, ഇന്ത്യക്ക് പുറത്താണ് ചിത്രം റിലീസായിട്ടുള്ളത്. ഇപ്പോൾ ടെലിഗ്രാമിലൂടെ ചിത്രം പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ടെലിഗ്രാമിലൂടെ ചിത്രം അന്വേഷിച്ചിട്ട് ഒന്ന് തപ്പിപ്പിടിച്ച് കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റീകോളിംഗ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ടോം ക്രൂസ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് മെയ് മാസം തിയേറ്ററിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മൂവിയായിരുന്നു മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റീകോളിംഗ് എന്ന് പറയുന്ന ചിത്രം. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയ ഇംഗ്ലീഷ് ഭാഷയിലൂടെ കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് പുറത്ത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെയും അതുപോലെ തന്നെ ബുക്ക് മൈ ഷോയിലൂടെയും ചിത്രം തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ബുക്ക് മൈ ഷോയിലൂടെയും അതുപോലെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ശാന്തമി രാത്രിയിൽ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഗോകുൽ, അതുപോലെ തന്നെ എസ് അനിൽ, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പൊള്ളാൾ, മാല പാർവതി, പ്രമോദ് വെളിയനാട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ജയരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ കാറ്റഗറിയിലൂടെ താമസ ചിത്രമായിരുന്നു ശാന്തമി രാത്രിയിൽ എന്ന് പറയുന്നത്. 2 ദിവസം മുമ്പ് തിയേറ്റർ റിലീസ് ചെയ്ത തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ള മനോരമാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 22-ാം തീയതി മനോരമാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പെരുമാനി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സണ്ണി വെയിൻ, ലുക്മാൻ അബ്രാൻ, അതുപോലെ തന്നെ ദീപ തോമസ്, വിനയ് ഫോർട്ട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു പെരുമാനി എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ള സൈൻ അപ്ലൈ ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 21-ാം തീയതി, അതായത് ഇന്ന് രാത്രി സൈൻ അപ്ലൈയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മാരീശൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ വടിവേലു, ഫഹദ് വാസിൽ, വിവേക് പ്രസന്ന, അതുപോലെ തന്നെ കോവൈ സരള എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ കാറ്റഗറിയിലൂടെ താൻ ചിത്രമായിരുന്നു മാരീശൻ എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത്, അതായത് കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത തിയേറ്ററിൽ നല്ലൊരു അഭിപ്രായം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം വരുന്ന ഓഗസ്റ്റ് മാസം 22-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ്
സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTsന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തലൈവൻ തലൈവി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിജയ് സേതുപതി, നിത്യ മേനോൻ, ചെമ്പൻ വിനോദ് ജോസ്, അതുപോലെ തന്നെ കാളി വെങ്കിട്ട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലോട്ട് ചിത്രമായിരുന്നു തലൈവൻ തലൈവി എന്ന് പറയുന്നത്. ജൂലൈ മാസം റിലീസ് ചെയ്തിട്ടുള്ള കുഴപ്പമില്ലാത്തൊരു വിജയം നേടി നല്ലൊരു അഭിപ്രായമൊക്കെ നേടിപ്പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 22-ാം തീയതി നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളുടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTsന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രാജകിളി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ സമുദ്രേനി, തമ്പിരാമയ്യ, ആടുകളം, നരേൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു രാജകിളി എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള സൺനെസ്റ്റ് ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 22-ാം തീയതി സൺനെസ്റ്റിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTsന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബൺ ബട്ടർ ജാം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ രാജു ജയമോഹൻ, ആദിത്യ പ്രസാദ്, അതുപോലെ തന്നെ ശരണ്യ പൊൻവർണ്ണൻ, അതുപോലെ തന്നെ ദേവദർശിനി, ചാർലി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ കാറ്റഗറിയിൽ കൊടുത്ത ചിത്രമായിരുന്നു ബൺ ബട്ടർ ജാം എന്ന് പറയുന്നത്. ജൂലൈ മാസം റിലീസ് ചെയ്തു തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത് ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 22-ാം തീയതി ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTsന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പെരുമ്പം പെരുങ്കൊബാങ്കം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിജിത് ബച്ചൻ, അതുപോലെ തന്നെ മിം ഗോപി, ശാലിനി നിഗ്വാസ്, അതുപോലെ തന്നെ അരുൾ ദോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡ്രാമ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു പെരുമ്പം പെരുങ്കൊബാങ്കം എന്നുള്ള ചിത്രം. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 22-ാം തീയതി ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആഹാ തമിഴിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രേമകഥ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശ്രീസിംഹ കൊടൂരി, അതുപോലെ തന്നെ നേഹ സോളങ്കി, ജോൺ വിജയ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ ത്രില്ലർ കാറ്റഗറി എടുത്ത ചിത്രമായിരുന്നു പ്രേമകഥ എന്ന് പറയുന്നത്. ഈ ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 21-ാം തീയതി തെലുങ്ക് പ്രാദേശിക OTT പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ETV വിന്നിലൂടെ ചിത്രം തെലുങ്ക് ഭാഷയിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പം വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTsന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കൊതപ്പള്ളിയിലോ ഒക്കപ്പെടു എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രവീന്ദ്ര വിജയ്, അതുപോലെ തന്നെ മനോജ് ചന്ദ്ര, മോണിക്ക എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിലൂടെ താൻ ചിത്രമായിരുന്നു കൊതപ്പള്ളിയിലോ ഒക്കപ്പെടു എന്ന് പറയുന്നത്. നമ്മുടെ റാണ ദഗുട്ടിയാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളതൊക്കെ. ഈ ചിത്രം ജൂലൈ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ചിത്രം ഇപ്പോൾ ആഹാ തെലുങ്കിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ആഹാ തെലുങ്കിൻ്റെ ഇയർലി ആക്സസ് ഉള്ളവർക്ക് ഫസ്റ്റ് ചിത്രം ഓഗസ്റ്റ് 21-ാം തീയതിയും അത് കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ ചിത്രം ഓഗസ്റ്റ് 22-ാം തീയതിയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTsന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജൂനിയർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. കിരീട്ടി റെഡ്ഡി, രാഹു രമേശ്, ജനീലിയ ഡിസൂസ, അതുപോലെ തന്നെ ശ്രീലീല, സത്യ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ താൻ ചിത്രമായിരുന്നു ജൂനിയർ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 വീക്കിൽ ഞാൻ പറഞ്ഞു ഈ ചിത്രം ഈ ഒരാഴ്ചയിൽ OTTsന് എത്തുന്നുള്ളത്. 2 ആഴ്ചയിലും ചിത്രം റിലീസ് ആയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിത്രം സർപ്രൈസ് റിലീസ് എത്താനായിരിക്കും സാധ്യത. മേ ബി ചിത്രം ഈ വരുന്ന വീണ്ടും പറയുകയാണ് ഈ ഒരാഴ്ചയിൽ ചിലപ്പോൾ റിലീസ് എത്താം. അതൊക്കെ ഈ ചിത്രം ചിലപ്പോൾ സർപ്രൈസ് റിലീസ് ആയിട്ടാണ് ആമസോൺ പ്രൈമിലൂടെ ഭാഗത്ത് എത്തുക. അപ്പോൾ മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷയിലൂടെയും സ്ട്രീമിംഗ് ആരംഭിക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTsന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മാ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കാജോൾ ദേവ്ഗൺ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മിത്തോളജിക്കൽ ഹൊറർ ത്രില്ലർ കാറ്റഗറിയിലൂടെ താൻ ചിത്രമായിരുന്നു മാ എന്ന് പറയുന്നത്. ജൂൺ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 22-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTsന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വുഡ് വാൾക്കേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരു ഫാൻറ്റസി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു വുഡ് വാക്കേഴ്സ് എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 22-ാം തീയതി നമ്മുടെ ലൈൻസ് ലൈറ്റ് OTT പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷ. അതിന് പുറമെ ഈ ചിത്രം നമ്മുടെ ഫ്രഞ്ച്, ഡാനിഷ് എന്നീ ഭാഷയിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ലൈൻസ് ലൈറ്റ് OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 22-ന് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTsന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. F1 ദ മൂവി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ലൂയിസ് ഹാമിൽട്ടൺ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കാർ ചേസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു F1 ദ
മൂവി എന്ന് പറയുന്ന ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള നല്ലൊരു കളക്ഷൻ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും ഈ വരുന്ന ഓഗസ്റ്റ് മാസം 22-ാം തീയതി. അതിനുശേഷം ചിത്രം ബുക്ക് മൈ ഷോയിലൂടെ ഇതിൻ്റെ തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിങ്ങും ഉടൻ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പേസ് മേക്കർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ DC കോമിക്സിൻ്റെ ജോൺ സീന കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. ചിത്രത്തിൻ്റെ സെക്കൻഡ് സീസണിലെ കുറച്ച് എപ്പിസോഡുകളാണ് ഇപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 22-ാം തീയതി HBO മാക്സിലൂടെയും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അതിനുശേഷം മറ്റുള്ള ഭാഷകൾ ഓരോ ആഴ്ചയിലായിട്ട് ഓരോ പാർട്ടുകളായിട്ട് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെയും പേസ് മേക്കർ എന്ന് പറയുന്ന ഈ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ പരിഭാഷ ഉണ്ടാകുന്നുള്ള അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടി. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കുറച്ച് അപ്കമിംഗ് ആയിട്ട് റിലീസ് ചെയ്യാവുന്ന കുറച്ച് OTT റിലീസ് അപ്ഡേറ്റുകളാണ്. അതിൽ ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. കമ്മട്ടം എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുദേവ് നായർ അതുപോലെ തന്നെ അജയ് വാസുദേവ്, ജിയോ ബേബി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസാണ് കമ്മട്ടം എന്ന് പറയുന്നത്. ഈ വെബ് സീരീസ് C5ലൂടെ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 29-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു കന്നഡ മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സോ ഫ്രം സോ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രാജീവ് ഷെട്ടി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കന്നഡ കോമഡി മൂവിയായിരുന്നു സോ ഫ്രം സോ എന്ന് പറയുന്നത്. കന്നഡത്തിൽ നല്ലൊരു കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രം ദുൽഖറിൻ്റെ വെൽഫെയർ അസോസിയേഷനാണ് ചിത്രം മലയാളത്തിൽ മൊഴി ഭാഷയിൽ കൊണ്ടുവന്നു. കേരളത്തിലും KGFന് ശേഷം ഏകദേശം 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഒരു കന്നഡ ചിത്രം കൂടിയായിരുന്നു സോ ഫ്രം സോ എന്ന് പറയുന്നത്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് ജിയോ ഹോട്ട്സ്റ്റാറാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്തതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. OTT റൈറ്റ്സ് ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കിങ്ഡം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിജയ് ദേവരകൊണ്ട അതുപോലെ തന്നെ വെങ്കിടേഷ്, സത്യ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സ്പൈ ത്രില്ലർ കാറ്റഗറിയിലൂടെ താമസ ചിത്രമായിരുന്നു കിങ്ഡം എന്ന് പറയുന്നത്. ജൂലൈ മാസം തിയേറ്റർ റിലീസ് ചെയ്ത തിയേറ്ററിൽ നല്ലൊരു കളക്ഷൻ നേടിയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 28-നോ അല്ലെങ്കിൽ 29-നോ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കൂലി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ തലൈവർ രജനികാന്ത്, സൗബിൻ ഷാഹിർ, ഉപേന്ദ്ര, അമീർ ഖാൻ, നാഗാർജുന അതുപോലെ തന്നെ സത്യരാജ്, ശ്രുതി ഹസൻ അങ്ങനെ വൻപൻ താരതയോടുകൂടി ലോകേഷ് കനരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു കൂലി എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത തിയേറ്ററിൽ വലിയൊരു കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്ത് പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആമസോൺ പ്രൈമും അതുപോലെ തന്നെ സൺനെക്സ്റ്റ് ആണ്. ആമസോൺ പ്രൈമിലൂടെ ചിത്രം ഹിന്ദി ഒഴികെയുള്ള ഭാഷയിൽ ഈ വരുന്ന സെപ്റ്റംബർ മാസം 11-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അതിന് പുറമെ മറ്റുള്ള ഭാഷയിൽ ഹിന്ദി ഒരു മാസത്തിന് ശേഷമായിരിക്കും ഹിന്ദി സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വാർ 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ വാർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സീക്വലായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. സ്പൈ യൂണിവേഴ്സിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു വാർ 2 എന്ന് പറയുന്നത്. ഹൃതിക് റോഷൻ അതുപോലെ തന്നെ ജൂനിയർ NTR എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സ്പൈ യൂണിവേഴ്സൽ ത്രില്ലർ കാറ്റഗറിയോട് താമസ ചിത്രമായിരുന്നു വാർ 2 എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്ത് പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 9-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സുമതി വളവ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ അർജുൻ അശോകൻ, ബാലു വർഗീസ് അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ അതുപോലെ തന്നെ നമ്മുടെ നന്ദു അങ്ങനെ ഒട്ടനവധി വൻ താരനിരയോടുകൂടി വന്നിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിലൂടെ താമസ ചിത്രമായിരുന്നു സുമതി വളവ് എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം സ്റ്റാർട്ടിങ്ങിൽ തിയേറ്റർ റിലീസ് ചെയ്ത തിയേറ്ററിൽ നല്ലൊരു കളക്ഷനും നല്ലൊരു അഭിപ്രായം നേടി പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കി ജിയോ ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം സെക്കൻഡ് വീക്കിലൂടെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റും അതുപോലെ ജിയോ ഹോട്ട്സ്റ്റാറാണ് ചിത്രത്തിൻ്റെ OTT റൈറ്റ്സും ഏഷ്യനെറ്റാണ് സാറ്റലൈറ്റ് റൈറ്റ്സും സ്വന്തമാക്കിയിട്ട് ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അവസാനമായിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സൂപ്പർമാൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഈ ഒരു ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ചിത്രത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ഇന്ത്യക്ക് പുറത്ത് റിലീസ് ആയിട്ടുണ്ടായിരുന്നു ആമസോൺ പ്രൈമിലൂടെ. അപ്പോൾ അത് ഇപ്പോൾ ടെലിഗ്രാമിലൂടെ ഈ ചിത്രത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിൻ്റെ മറ്റുള്ള ഭാഷയിൽ ഇന്ത്യയിൽ ഈ വരുന്ന ഓഗസ്റ്റ് 26-ന് സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് ഇന്ത്യയിൽ ഈ വരുന്ന ഓഗസ്റ്റ് 26-ന് നമ്മുടെ ബുക്ക് മൈ ഷോയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.